ചേച്ചി ചേച്ചി എടുത്തേ ചേച്ചി 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 എഴുന്നേക്ക് ചേച്ചി പതുക്കെ ദൈവമേ ഈശ്വരാ ചേച്ചി എടുത്തേ പതുക്കെ പിടിക്ക് ചേച്ചി മെല്ലെ ചേച്ചി ഏട്ടാ ഹലോ മീര. കഴിഞ്ഞത് കഴിഞ്ഞു ചേച്ചി. ഇനി അതോർത്ത് വിഷമിച്ചിട്ടും കരഞ്ഞിട്ടും എന്താ കാര്യം? വരാനുള്ളത് വന്നില്ലേ? എനിക്കറിയാം കുഞ്ഞ് നന്ദേട്ടന്റെ ആണെങ്കിലും ചേച്ചി ആ കുഞ്ഞിനെ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എന്ന്. അതുകൊണ്ടാ ചേച്ചിക്ക് ഇപ്പൊ ഇത്രയും വിഷമം. ഇതുവരെ ഞാൻ എന്റെ ചേച്ചി ഇങ്ങനെ കണ്ടിട്ടില്ല. ചേച്ചിയുടെ കണ്ണ് നിറഞ്ഞ് ഞാൻ കണ്ടപ്പോഴൊക്കെ അതിൽ പകയുടെ കനലെരിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ചേച്ചി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ചേച്ചി എല്ലാം മറന്നു തുടങ്ങിയിരിക്കുന്നു. നമ്മളെ നെല്ലിശ്ശേരിയിലേക്ക് വന്നത് എന്തിനായിരുന്നു എന്നും അവിടെ ഇപ്പോഴും തുടരുന്നത് എന്തിനാണെന്നും. അതിനർത്ഥം എന്റെ ചേച്ചി നമ്മുടെ അച്ഛനെ കുറിച്ച് മറന്നു എന്നാ. അച്ഛൻ മരിച്ചത് എങ്ങനെയാണെന്നും മറന്നു എന്നാ. അങ്ങനെ എല്ലാം ചേച്ചി മറക്കാൻ തയ്യാറാണെങ്കിൽ നമുക്കുള്ളതൊക്കെ കൊണ്ട് ഈ നാട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോവാം. ചേച്ചി എന്ത് പറയുന്നു? ഈ നാട് വിട്ട് അവന്തിക എങ്ങോട്ടെങ്കിലും പോണെങ്കിൽ അത് മരിച്ചു കിടക്കുന്ന സേതുമാധവന്റെ നെഞ്ചി ചവിട്ടിയായിരിക്കും. എനിക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടാവുന്നു ഞാൻ ഒരിക്കലും കരുതിയില്ല. അല്ലായിരുന്നെങ്കിൽ ഹെവി ഡോസ് കുത്തിവെച്ച് പരലോകത്തേക്ക് അയച്ചേനെ ഞാൻ അയാളെ. ഇപ്പോ എനിക്കുണ്ടായ ദുരന്തത്തെ അവന്തിക മറക്കുക എന്നേക്കുമായി. ഈ പെയിനില് ഇനി ഞാൻ കരയില്ല. അങ്ങനെ അതോർത്ത് കരഞ്ഞ എന്റെ വാശിയും ലക്ഷ്യവും ഒക്കെ മറക്കും. എന്റെ ധൈര്യം ചോർന്നു പോവുകയും ചെയ്യും.
എല്ലാം കൈപ്പിടിയിൽ ഒതുക്കാൻ ഇനി അധികം സമയമില്ല. ആ ഒരവസ്ഥയില് മറ്റൊന്നിനും ഞാൻ പ്രാധാന്യം കൊടുക്കുന്നില്ല. നഷ്ടപ്പെട്ട എന്റെ കുഞ്ഞിന് പോലും. എഴുതി വേണ്ട. കുഞ്ഞ് നഷ്ടപ്പെട്ട അവസ്ഥയിൽ തകർന്നിരിക്കുന്ന എന്നെ പരിഹസിക്കാനാണ് വന്നതെന്ന് എനിക്കറിയാം. ഇപ്പോ നിന്റെ സമയമാണ് അർച്ചന. നീ വിജയിച്ചു നിൽക്കുന്ന സമയം. വിധി പോലും നിനക്കനുകൂലമായ സമയം. ഇപ്പൊ മാറിയോ നിങ്ങളുടെ സംശയമൊക്കെ? അതോ ഗർഭിണിയായിരുന്നു എന്ന് ഇപ്പോഴും ഞാൻ അഭിനയിക്കുകയാണെന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിലും അബോഷനായത് നന്നായി. അച്ഛന്റെ സ്ഥാനത്ത് നിൽക്കേണ്ട നിങ്ങൾക്ക് പോലും വിശ്വാസമില്ലായിരുന്നല്ലോ. സഹതാപത്തിന്റെ മുഖം കൊണ്ട് നിങ്ങൾ രണ്ടുപേരും എന്റെ മുന്നിൽ നിൽക്കുമ്പോ എനിക്കറിയാം ഉള്ളില് സന്തോഷാണെന്ന്, ആഘോഷിക്കാണെന്ന്. എഴുതി നമ്മൾ തമ്മില് അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരുപാടുണ്ട്. പലപ്പോഴും നമ്മൾ സംസാരിച്ച് തീരുന്നത് വഴക്കിലും വെല്ലുവിളികളിലും ആയിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും കുഞ്ഞിനെ നഷ്ടപ്പെടണമെന്ന് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. സത്യമായിട്ടും. നിർത്തടി. ദേ, ഇനി എന്റെ മുമ്പിൽ നിന്ന് കണ്ണീർ നാടകം കളിച്ചാ അടിച്ച് നിന്റെ കരണം ഞാൻ പൊളിക്കും. പിടിവിട്ട അവസ്ഥയിലാ ഞാൻ. നീ എന്താ പറഞ്ഞ? എന്റെ കുഞ്ഞിനെ നഷ്ടപ്പെടണമെന്ന് നീ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ലെന്നോ? എന്നിട്ടാണോ അനിയത്തി ആതിരെ കൊണ്ട് സ്റ്റെപ്പിൽ നിന്ന് എന്നെ തള്ളി താഴെ ഇടിപ്പിച്ചത്? നീ പറഞ്ഞിട്ടല്ലേ ആതിരെന്നെ തള്ളിയിട്ടത്? എനിക്കറിയാം അതങ്ങനെ തന്നെയാണെന്ന്. എന്നിട്ട് ഞാൻ മിണ്ടാതെ നിൽക്കുന്നതേ അതെന്റെ ഈ നിൽക്കുന്ന ഭർത്താവിന്റെ വിധിയാണെന്ന് ഓർത്തിട്ടാ. താന്നു തരുമ്പോ തോളിച്ചവിട്ടി തലേ കയറി നിൽക്കാൻ നോക്കിയാലുണ്ടല്ലോ. നിന്റെ ഈ മനസ്സിലിരിപ്പ് കൊണ്ടാടി നിനക്കിതൊരു കുഞ്ഞില്ലാത്തത്. എന്നെ അതിന് മനഃപൂർവ്വം തള്ളിയിട്ടതാ. എനിക്കിവിടെ ഒരു കുഞ്ഞുണ്ടായാ സ്വത്ത് കുറഞ്ഞു പോവല്ലോ അല്ലേ? നിങ്ങളിതൊന്നും വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം. ആ ഡോക്ടർ സന്ധ്യയും ഈ നിൽക്കുന്നവളും കൂടി ചെവിയിൽ ഓതി തരുന്നതാണല്ലോ നിങ്ങൾക്ക് വേദവാക്യം. നിങ്ങളുടെ കുഞ്ഞിനെ വയറ്റ് ചുമന്നിരുന്ന ഒരു സ്ത്രീ എന്ന നിലയ്ക്കെങ്കിലും അല്പം ദയുണ്ടെങ്കിൽ എന്റെ കൺമുന്നിൽ നിന്ന് ഇവളെ വിളിച്ചോണ്ടൊന്ന് പോണം. എന്റെ മുന്നിൽ നിന്ന് ഇവളെന്തെങ്കിലും പറഞ്ഞ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ ചിലപ്പോ പറ്റിയില്ലെന്ന് വരും. പോവാം. ഞാൻ പറഞ്ഞതല്ലേ നമ്മളിപ്പോ ഇങ്ങോട്ട് വരണ്ടെന്ന്. അതെ, നീ പറഞ്ഞതിനൊക്കെ മറുപടി പറയാൻ അറിയാഞ്ഞിട്ടല്ല ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത്. നിന്റെ ഈ അവസ്ഥയിൽ ഞാനിപ്പോ എന്തെങ്കിലും പറഞ്ഞാൽ അത് കൂടിപ്പോവും. മാത്രമല്ല നിനക്കില്ലാത്ത ഒന്ന് ഞങ്ങൾക്കുണ്ട്, മാന്യത. വാർച്ചനെ, അധിക നേരം സംസാരിപ്പിക്കണ്ട കേട്ടോ. ശരി സിസ്റ്റർ. അച്ഛാ, എന്റെ മക്കള് നന്നായി പേടിച്ചു അല്ലേ? നിങ്ങൾക്കെല്ലാവർക്കും ബുദ്ധിമുട്ടായോ മക്കളെ? അച്ഛനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞങ്ങൾക്കൊക്കെ എന്ത് ബുദ്ധിമുട്ടാ? എനിക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അസുഖം കൂടാറുള്ളതല്ലേ. അത് ഈശ്വരനായി കൂട്ടുന്നതാ.
അമിത സന്തോഷത്തിലും ആത്മവിശ്വാസത്തിലും മതിമറന്ന് അഹങ്കരിക്കാതിരിക്കാൻ. ഞാനൊരു വലിയ രോഗിയാണെന്നും മരണം കൂടെ ഉണ്ടെന്നും ഇടയ്ക്ക് ഓർമ്മിക്കാനും വേണ്ടി ഈശ്വരൻ ഇതുപോലെ തന്നെ ഇടയ്ക്ക് ഇവിടെ കൊണ്ടുവന്ന് കിടത്തും. അധികം സംസാരിക്കണ്ട കേട്ടോ. എനിക്കൊരു കുഴപ്പമില്ല സിസ്റ്ററെ. ഇവരെയൊക്കെ ഇങ്ങനെ കണ്ണു നിറച്ച് കാണുമ്പോൾ തന്നെ എൻ്റെ പാതി അസുഖം മാറും. ബാക്കി പകുതി മാറ്റാനും ഇവരെ കൊണ്ടേ കഴിയൂ. ഇത്രയൊക്കെ വയ്യാതായി ആരോഗ്യം ക്ഷയിച്ചിട്ടും എന്നെ ഇപ്പോഴും ഈശ്വരൻ ജീവനോടെ ഇട്ടിരിക്കുന്നത് എന്താണെന്നറിയാവോ? നന്ദന്റെയും സന്ദീപിന്റെയും കുഞ്ഞുങ്ങളെ കണ്ടിട്ടേ എന്നെ ഈശ്വരൻ വിളിക്കൂ. അതാ എന്റെ ബാക്കി പകുതി അസുഖം കൂടി മാറുമെന്ന് പറഞ്ഞത്. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം എനിക്ക് എൻ്റെ പേരക്കുട്ടികളുടെ കൂടെ ചെലവഴിക്കണം. ജനിച്ചാ ഒരിക്കൽ മരിക്കും. അതിനു മുമ്പേ ഭൂമിയിലെ ആഗ്രഹങ്ങളെല്ലാം നടക്കണം. അല്ലെങ്കിൽ പരലോകത്ത് ആത്മശാന്തി ഇല്ലാതെ അലഞ്ഞു നടക്കേണ്ട അവസ്ഥയുണ്ടാവും. ഇപ്പൊ എങ്ങനെയുണ്ട് സാർ? എനിക്കിപ്പോ ഒരു കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ സിസ്റ്ററിനോട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനൊരു വിസിറ്റ് എനിക്ക് പതിവാ. സാറിന്റെ കാര്യത്തിൽ എപ്പോഴും ഒരു ശ്രദ്ധ വേണം. ഇപ്പൊ തന്നെ തീരെ ശ്രദ്ധിക്കാത്തോണ്ടാ ഇങ്ങനെ സംഭവിച്ചത്. കൊണ്ടുവരാൻ ഒരല്പം കൂടി താമസിച്ചിരുന്നെങ്കിൽ ഇതാവില്ലായിരുന്നു സ്ഥിതി. അന്നത്തെ ഫംഗ്ഷന് ഒരു കുഴപ്പമില്ലാതെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നതാ ഡോക്ടർ. പെട്ടെന്നാണ് വയ്യാതായത്. ഞാൻ നിങ്ങളെ ആരും കുറ്റം പറഞ്ഞതല്ല, സാറിന്റെ കണ്ടീഷനെ കുറിച്ച് പറഞ്ഞതാ. മനസ്സിലായി ഡോക്ടർ. ഇനി ഞങ്ങൾ ശ്രദ്ധിച്ചോളാം. ഡോക്ടറെ, ഡോക്ടർ ഓരോന്ന് പറഞ്ഞ് എന്റെ കുട്ടികളെ പേടിപ്പിക്കാതെ. അല്ലെങ്കിലേ അവരിപ്പോ പേടിച്ചാ നിൽക്കുന്നത്. അതൊക്കെ വിട്ടിട്ട് എനിക്ക് എപ്പോ വീട്ടിൽ പോകാൻ പറ്റുമെന്ന് പറയും. 1-2 ടെസ്റ്റിന്റെ റിസൾട്ട് കൂടി വരാനുണ്ട്. ഞാൻ റൗണ്ട്സ് കഴിഞ്ഞ് വന്നിട്ട് നോക്കിയിട്ട് പറയാം. ആയിക്കോട്ടെ. ഓക്കെ. ആ, നന്ദനും സന്ദീപും ഇപ്പോഴേ വീട്ടിലേക്ക് വെക്കോ. അവന്തിക ആതിരയും ടെൻഷനായിരിക്കുമായിരിക്കും. ഈ സമയത്ത് കൂടുതൽ ടെൻഷനൊന്നും നമ്മളായിട്ട് കൊടുക്കണ്ട. പ്രത്യേകിച്ചും അവന്തിയയ്ക്ക് ചെയ്തുപോയ തെറ്റുകൾ അവളെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ടാവും. എനിക്ക് ഇന്നലെ രാത്രി വയ്യാതായപ്പോ അവളായിരിക്കും കൂടുതൽ സങ്കടപ്പെട്ട് കാണുക. ഇനി കുറച്ച് ദിവസം എനിക്ക് അവന്തികയോടൊപ്പവും ആതിരയോടൊപ്പവും കൂടുതൽ നേരം ചെലവഴിക്കണം. അച്ഛാ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ മോളെ? അച്ഛൻ വിഷമിക്കരുത്. ഈ അവസ്ഥയില് അച്ഛനോട് പറയാൻ ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾക്ക്. പിന്നെ അതെപ്പോഴായാലും അച്ഛനോട് പറഞ്ഞല്ലേ പറ്റൂ. അത് മറച്ചു വെച്ചാലും നമ്മുടെ വീട്ടിലെത്തുന്നത് വരെ അതിന് ആയുസുള്ളൂ. മോള് കാര്യം പറയും. ഇന്നലെ രാത്രി അച്ഛനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞ് വീട്ടിൽ വെച്ച് അവന്തിയെടുത്തി സ്റ്റെപ്പിൽ നിന്ന് വീണ അബോഷനായി. അച്ഛനിൽ നിന്ന് മറച്ചു വെക്കണ്ടെന്ന് കരുതിയാ ഞാൻ പറഞ്ഞത്. അച്ഛൻ അതേക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടരുത്.
അതെ അച്ഛാ. ഇങ്ങനൊരു വിധിയാണ് ഈശ്വരൻ തീരുമാനിച്ചിരുന്നെങ്കിൽ അതേ ഈശ്വരൻ എന്തിനാ എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്? എന്റെ കുട്ടികളുടെ കുഞ്ഞിനെ തിരിച്ചെടുത്തിട്ട് ഈ കിഴവനെ ഭൂമിയിൽ ഇട്ടേക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഈശ്വര? സൂക്ഷിച്ച് പതുക്കെ. തൽക്കാലത്തേക്കെങ്കിലും അധികം ഇറങ്ങി നടക്കണ്ട അച്ഛാ. അസുഖം ഒന്ന് ഭേദാവട്ടെ. ഇനിയും ഇതുപോലെ ഉണ്ടാവരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്? പിന്നെ മനസ്സ് കൂടുതൽ വിഷമിക്കരുതെന്നും. എന്റെ രോഗത്തെപ്പറ്റി ഓർത്ത് എനിക്ക് വിഷമമില്ല. പക്ഷേ ഈ കുടുംബത്തിൽ നടന്ന ദുരന്തത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ വേദനിക്കുക മാത്രമല്ല, തകർന്നു പോകുന്നുണ്ട് ഞാൻ. ഒരു മുത്തശ്ശനാവാൻ ഞാൻ എത്രമാത്രം കാത്തിരുന്നോ അതിൻ്റെ 10 ഇരട്ടി നന്ദനും അവന്തികയും കാത്തിരുന്ന് കാണില്ലേ? ഒരു നേരത്തെ അശ്രദ്ധയിൽ ആ സ്വപ്നങ്ങളെല്ലാം തകർന്നില്ലേ? അതൊക്കെ ഓർക്കുമ്പോൾ ഞങ്ങൾക്കും വിഷമമുണ്ടച്ചാ. ഇനിയിപ്പോൾ അതേക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിട്ടും കാര്യമില്ലല്ലോ. ഈശ്വരനെ അനുഗ്രഹിച്ച ഏട്ടത്തി വീണ്ടും പ്രഗ്നന്റ് ആവും, പ്രസവിക്കുകയും ചെയ്യും. ഇതൊക്കെ പലർക്കും സംഭവിക്കുന്നതാ അച്ഛാ. നമുക്കുണ്ടായപ്പോ നമുക്കത് വലുതായി തോന്നുന്നു മാത്രം. അച്ഛനൊന്നുകൊണ്ട് വിഷമിക്കണ്ട. എന്റെയും നന്ദേട്ടന്റെയും സച്ചിയേട്ടന്റെയും കുഞ്ഞുങ്ങളൊക്കെ ഒരു ദിവസം അച്ഛൻ കാണും. അച്ഛന്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കുകയും ചെയ്യും. എല്ലാം അതിൻ്റെതായ സമയത്ത് നടക്കും അച്ഛാ. സന്ദീപേ, അച്ഛൻ കുറച്ചു നേരം വിശ്രമിക്കട്ടെ. കൂടുതൽ സംസാരിച്ച് മനസ്സ് വിഷമിക്കണ്ട. വാ, നമുക്കെല്ലാവർക്കും പുറത്തോട്ട് നിൽക്കാം. അച്ഛാ, അന്ന് രാത്രി ശരിക്കും എന്താ ഉണ്ടായേ? എനിക്കും അറിയില്ല മോളെ. മാഷിനെയും കുടുംബത്തെയും യാത്രയാക്കി ഞാൻ ഇവിടേക്ക് വന്നു. അപ്പോഴേക്കും സ്നേഹമോളും വന്നു. ഞങ്ങളെന്തോ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവന്തിക മോള് ഇൻസുലിൻ എടുക്കാനായിട്ട് വന്നു. ഇൻസുലിൻ എടുത്ത് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ശരീരം വല്ലാതെ തളർന്നുപോയി. ആകെ വീർത്തു. പിന്നൊന്നും അച്ഛന് ഓർമ്മയില്ല. ഹോസ്പിറ്റലിൽ കിടന്ന സമയത്താ എനിക്ക് മനസ്സിലായത് എനിക്കിങ്ങനെ വയ്യാതായതിൻ്റെ കാരണം എന്താണെന്ന്. ആഘോഷങ്ങളുടെ ഇടയ്ക്ക് കുറച്ച് മധുരമൊക്കെ ഞാൻ കഴിച്ചിരുന്നു. ഷുഗർ കൂടിയതാവും. ഇൻസുലിൻ കൂടി എടുത്തപ്പോൾ ശരീരം റിയാക്ട് ചെയ്തതായിരിക്കും. അങ്ങനെ ഇത്തവണയും മരണത്തിന് വിട്ടുകൊടുക്കാതെ നിങ്ങളെല്ലാവരും കൂടി എന്നെ രക്ഷിച്ചു. ഇതുപോലെ എപ്പോഴും രക്ഷിച്ചെടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റിയെന്ന് വരില്ല. മരണം ചുറ്റിപ്പറ്റി എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. ചിലപ്പോ അതിൻ്റെ സൂചനയാവും ഇതെല്ലാം.
നിനക്കറിയാലോ അവന്തികയുടെ സ്വഭാവം. താഴെക്കൂടെ പോകുന്നത് ആകാശത്ത് വെച്ച് കണ്ടു എന്ന് പറയും. അത് എല്ലാവരും പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ചെയ്യും. ദേ, അവളുടെ ഗർഭം അലസിപ്പിക്കാൻ വേണ്ടി നീ അവളെ മനഃപൂർവ്വം സ്റ്റെപ്പിന്ന് തള്ളിയിട്ട് പോലും. അർച്ചനയോടും നന്ദേട്ടനോടും അവൾ ആശുപത്രി വെച്ച് അങ്ങനെ പറഞ്ഞത്. ശ്ശോ, ഇനി ഇതും പറഞ്ഞായിരിക്കും അവന്തിക ഇവിടെ വഴക്കുണ്ടാക്കാൻ പോകുന്നത്. ചേച്ചി, മോളെ, സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ല. ഞാനൊന്നും ചെയ്തിട്ടില്ല. നീ കരയാതെ മോളെ. അന്ന് എന്താ ഉണ്ടായെന്നൊന്ന് പറഞ്ഞേ. അച്ഛനെയും കൊണ്ട് നിങ്ങൾ എല്ലാരും ഹോസ്പിറ്റലിലേക്ക് പോയതിനു ശേഷം ഞാൻ ഈ മുറിയിലേക്ക് വന്നു.